4 വർഷം മുൻപ് നടന്ന മദ്രസയിൽ വെച്ച സംഘർഷത്തിന്റെ പക മനസ്സിൽ സൂക്ഷിച്ച് 9ാം ക്ലാസ്സുകാരൻ ഇളയ സഹോദരനൊപ്പം ചേർന്ന് അതേ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു 9ാം ക്ലാസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. ചുങ്കം കലർക്കാംപോയിൽ നൌഷാദ് ഫാമിദ ദമ്പതിമാരുടെ മകൻ മുഹമ്മദ് നാഫിക്കാണ് മർദ്ദനമേറ്റത്. അക്രമത്തിൽ തലയ്ക്കും മുഖത്തും പരിക്കേറ്റ വിദ്യാർത്ഥി ആദ്യം താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. താമരശ്ശേരി ചുങ്കം ചെക്ക് പോസ്റ്റ് ഇരുമ്പിൻചീടൻകുന്ന് റോഡിൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവമുണ്ടായത്. മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാവിന്റെ പരാതിയിൽ അക്രമം നടത്തിയ കുട്ടികളുടെ പേരിൽ താമരശ്ശേരി പോലീസ് വെള്ളിയാഴ്ച SBR അതായത് സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. അക്രമത്തിനിരയായ നാഫിയുടെ ഇളയ സഹോദരനെ കുറ്റാരോപിതനായ 9ാം ക്ലാസ്സുകാരന്റെ അനിയൻ 4 വർഷം മുൻപ് മദ്രസയിൽ വെച്ച് ഉപദ്രവിക്കുകയും പിന്നീട് ഇത് ചോദ്യം ചെയ്ത് ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് വീട്ടുകാർ ഇടപെട്ട് പ്രശ്നം പറഞ്ഞു തീർക്കുകയും ചെയ്തു. 2 9ാം ക്ലാസ് വിദ്യാർത്ഥികളും ഒരേ സ്കൂളിൽ വ്യത്യസ്ത ഡിവിഷനുകളിലാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം നാഫി ചുങ്കത്തെ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ തന്റെ 3 സഹോദരങ്ങളെയും സ്കൂട്ടറിൽ കയറ്റി 9ാം ക്ലാസ്സുകാരൻ എത്തുകയായിരുന്നു. നീ നാളെ ആനുവൽ ഡേക്ക് സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ച ശേഷം ഈ കുട്ടി നാഫിയെ കയ്യേറ്റം ചെയ്തെന്നും ഇളയ സഹോദരൻ പിടിച്ചുവെച്ചെന്നും മറ്റുമാണ് പരാതി. കുറ്റാരോപിതനായ വിദ്യാർത്ഥി 4 ദിവസം മുൻപ് നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് നാഫിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. പൈങ്ങോട്ടൂരിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായത്. അന്ന് ഇടുക്കി പൈങ്ങോട്ടൂരിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 4 വിദ്യാർത്ഥികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. പിന്നീട് കാക്കനാട് ഒബ്സർവേഷൻ ഹോമിലേക്ക് അയച്ചു. കഴിഞ്ഞ മാസം 14-ന് പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഉപയോഗിക്കാതെ കിടക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിനുള്ളിൽ വച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പിന്നീട് പോത്താനിക്കാട് പോലീസ് 4 പേർക്കുമെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ 325-ാം വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് 9ാം ക്ലാസ്സുകാരൻ. ഇതേ സ്കൂളിൽ തന്നെ 9ലും 10ലും പഠിക്കുന്നവരാണ് മർദ്ദിച്ച 2 പേർ. മറ്റു 2 പേരും മറ്റൊരു സ്കൂളിൽ പഠിക്കുന്നു. വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിലെ ജൂബിലി ആഘോഷങ്ങളുടെ ഇടയിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് പിന്നീട് അക്രമത്തിലേക്ക് നയിച്ചത്. രാവിലെ സ്കൂളിൽ പോകാനായി പൈങ്ങോട്ടൂരിൽ ബസ്സിറങ്ങിയ വിദ്യാർത്ഥിയെ ഇവിടെ കാത്തുനിന്ന 4-അംഗ സംഘം ഒഴിഞ്ഞുകിടന്ന എയ്ഡ് പോസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. ഇതിൽ ഒരാൾ ദൃശ്യങ്ങളെല്ലാം മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു. ഇതാണ് വിദ്യാർത്ഥികൾക്ക് തന്നെ കുടുക്കായി മാറിയത്.